ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൈബറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെ നമുക്ക് ഫൈബർ വെച്ച് ഏൺ ചെയ്യാം. അതായത് എന്ത് സ്കില്ലുണ്ടെങ്കിലും നമുക്ക് അത് സെല്ല് ചെയ്യാൻ അറിയണം. അപ്പോൾ നമുക്കത് ഒരു മാർക്കറ്റ് പ്ലേസ് വേണം. നമുക്കൊരു കാറ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്താണെങ്കിലും സെല്ല് ചെയ്യാൻ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കില്ല് സെല്ല് ചെയ്യാൻ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഫൈബർ. സെല്ല് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് ബൈ ചെയ്യാനും ഇതിൽ പറ്റും. അതായത് ഇതാണ് ഫൈബറിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, ജസ്റ്റ് ഫൈബറിൽ സെർച്ച് ചെയ്താൽ ഒരു ഇൻ്റർഫേസിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോഗിങ്ങിൻ്റെ ഭാഗത്ത് അതിൽ കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിൾ വെച്ചിട്ടോ ആപ്പിലായിട്ട് വെച്ചിട്ടോ ഫേസ്ബുക്ക് വെച്ചിട്ടോ എന്ത് ആപ്പ് ഇമെയിൽ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇത് സൈൻ അപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ഇൻ്റർഫേസാണ് കിട്ടുക. നമുക്ക് കുറേ ഗിക്കുകൾ ഉണ്ടാവും, ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള എന്തിലോട്ട് അറിയില്ല. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ആണ് പോകുന്നത്. ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിരുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ നമ്മളൊരു മൊബൈൽ ആപ്സ് എന്ന് നോക്കാം. ഓക്കെ, സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഗിക്കുകൾ ഇവിടെ കാണാൻ പറ്റും. പല പ്രൈസ് റേഞ്ചിൽ ഉണ്ടാവും. കേൾക്കണ്ട, ഐ കൺവേർട്ട് വെബ്സൈറ്റ് ടു ആൻഡ്രോയിഡ് ആൻഡ് iOS ആപ്പ്. ഐ ക്രിയേറ്റ് ആൻഡ്രോയിഡ് ആപ്സ് വെബ്സൈറ്റ് ക്വാളിറ്റിക്സ് സർവേ കസ്റ്റം കോംപ്ലക്സ്. അങ്ങനെ പലതുണ്ട് ഇവിടെ. ഡെവലപ്പ് ആൻഡ്രോയിഡ് ആൻഡ് iOS യൂസിങ് ഫ്ലട്ടർ. ഓക്കെ, റേറ്റും ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു ഗിഗ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗിഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 4 റിവ്യൂസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ വായിക്കാം. ഓക്കെ, സെല്ലറ ഡീറ്റെയിൽസ് നമുക്ക് ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാൾക്ക് മെസ്സേജ് അയക്കാം. ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അതായത് എനിക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ഉണ്ടാക്കണം, നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ട് ഓർഡർ ചെയ്യില്ല. നമ്മൾ ധാരാളം പറഞ്ഞ ശേഷം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടി ഓർഡർ ആക്കല്ലേ. പിന്നെ ഇതിൻ്റെ ഓർഡറിൻ്റെ കേസിലോട്ട് വരുമ്പോൾ വെറ്റി സിമ്പിൾ. അതായത് നമ്മൾ ആമസോൺ, ഫേസ്ബുക്ക്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നതിൽ 3 പാക്കേജസ് ആണ് മോസ്റ്റ് എല്ലാത്തിനും ഉണ്ടാവില്ല. ഡിഫറെൻറ്റ് സർവീസസും ആവും. ഓക്കെ, അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ ടിക്ക് ഉണ്ടാവും, ചെറിയ ടിക്ക് ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പോൾ നെറ്റ്വർക്ക് ഇൻ്റഗ്രേഷൻ ഉണ്ട്, പ്രീമിയത്തിലോട്ട് പോകുമ്പോൾ എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, നമുക്ക് കസ്റ്റമറായിട്ട് ഒരു ഇത് വേണം. അതായത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വേറെ നമുക്ക് അത്ര നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് വേറെ ചാറ്റ് ചെയ്യാൻ അവരുടെ ഒരു കസ്റ്റം ഓർഡർ ഉണ്ടാക്കിയാണ്ട് അയച്ചു തരാൻ പറയാം. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് അത് പേ ചെയ്താൽ മതി. ആക്ച്വലി ഇങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാക്കേജ് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു പാക്കേജിൽ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഫൈവർ അവരുടെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഹോൾഡ് ചെയ്യും. പിന്നെ നമുക്ക് ടൈം ഫ്രെയിം ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ 45 ഡേയ്സ് ഡെലിവറി കാണിക്കുന്നുണ്ട്. ഈ ഡെലിവറി ടൈമിൻ്റെ ഉള്ളിൽ ഈ ഡെലിവറി ടൈമിൽ അവരത് നമുക്ക് ഡെലിവറി ചെയ്യും, പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫൈവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, അതായത് അവർ ഹോൾഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ ഈ ഒരു ഹയർ ചെയ്ത ഡെവലപ്പർക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് വർക്കിംഗ് വരുന്നത്. ഓക്കെ, ബേസിക്കലി ഇത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ആർക്കും ചെയ്ത് ബിഗിനറുടെ എടുത്ത് വയ്ക്കാൻ മനസ്സിലാവേണ്ട കാര്യമില്ല. ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന ആർക്കും ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ ഈ ഒരു സംഭവം മാത്രമല്ല, ഗ്രാഫിക് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, വീഡിയോ അനിമേഷൻ, മ്യൂസിക് ആൻഡ് ഓഡിയോ, അങ്ങനെ പലതും ഇതുണ്ട്. ഒരു സാധനം കാണിച്ചാൽ നമുക്ക് ജസ്റ്റ് മറ്റുള്ളവരുടെ സംസാരിക്കാൻ വരെ നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടും. അതായത് ജസ്റ്റ് ലിസണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കാണാൻ പറ്റും. ഐ വിൽ ലിസൺ ടു എനിവൺസ് ഫീലിംഗ് ഓവർ വൈബ്ഡ് ആൻഡ് ബേർഡ് ഔട്ട്. ഐ വിൽ ലിസൺ ടു യു ലൈക്ക് യുവർ ഫ്രോം ടോക്ക് അബൌട്ട് യുവർ ടോപ്പിക്, എനി ടോപ്പിക്, സ്പാനിഷ് ഓർ ഓക്കെ കണ്ടോ, ഇതിലൊക്കെ കാണാൻ പറ്റും. ഇതിന് വരെ ആൾക്കാർ ഉണ്ട്. ഓക്കെ, പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ്, 10 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, വിൽ ബി യുവർ ലൈഫ് കോച്ച് ആൻഡ് ഗുഡ് ലിസണർ ഫ്രണ്ട്. അതായത് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഇതാകുമ്പോൾ 71 പേരായിട്ട് അത് റിവ്യൂ ചെയ്യുന്നത് മാത്രമാണ്. മറ്റുള്ളവർക്ക് വരാൻ പറ്റില്ല. ഫൈബേഴ്സ് ചോയ്സ് ഈ ഒരു നിയർലി 4,000 ആണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, കോമ്പറ്റീറ്റീവ് ആണ് ഇത്. എന്നാലും എന്താണ്, ഇത് ഒരു സ്കില്ല് അല്ലെങ്കിലും ലിസൺ ചെയ്യുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ഫൈബറിൻ്റെ. അതായത് ബൈയിങ് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു സെല്ലർ സൈഡിലോട്ട് പോകാം. നമുക്ക് ഫൈബറിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ച് സെല്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സെല്ലർ ഡാഷ്ബോർഡിലോട്ട് നമ്മൾ പോകും. ഓക്കെ, ഇതാണ് ഇപ്പോൾ എൻ്റെ സെല്ലർ ഡാഷ്ബോർഡ്. ഇവിടെ കാണാൻ പറ്റും ഇത് റെസ്പോൺസ് റേറ്റ്, റെസ്പോൺസ് ടൈം, അതുപോലെ ഓർഡർ റെസ്പോൺസ് റേറ്റ്, ഡെലിവറി ടൈം, ഓർഡർ കംപ്ലീഷൻ ഒക്കെ. ഇതിപ്പോൾ ഇതിൽ വന്ന മെസ്സേജസ് ആണ്. മെസ്സേജസ് എങ്ങനെ വരുന്നത്, പക്ഷേ എല്ലാവരും ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ കിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഈ ഗിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് കൊടുക്കുന്ന സർവീസിന് നമ്മൾ ഗിഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീലാൻസ് സർവീസിന് നമ്മൾ ഗിഗ് എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് മൈ ബിസിനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഗിഗ്സ് സെലക്ട് ചെയ്താൽ
ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗിഗ്സ് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ഒരു കുറച്ച് ഗിഗ്സൊക്കെ ഞാൻ ടെസ്റ്റിന് വേണ്ടിയിട്ടതാണ്. ലിസൺ ടു യുവർ ഐഡിയാസ് ആൻഡ് ഷെയർ മൈ തോട്ട്സ്. ഇംപ്രഷന് കിട്ടുന്നുണ്ട്, ക്ലിക്ക് ഒന്നേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം. അതുപോലെ യുണീക്ക് ആൻഡ് ക്രിയേറ്റീവ് പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻസ്. പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ ഈ 3 ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയത് പ്രൊഫഷണൽ ഗിറ്റാബ് പ്രൊഫൈൽ ഉണ്ടാക്കാനാണ്. പിന്നെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റിനും പിന്നെ UI ഡിസൈൻസ് ഫ്ലട്ടറിലോട്ടോ ആൻഡ്രോയിഡിലോട്ടോ മാറ്റിയിട്ടില്ല. അങ്ങനെ 3 ഗിഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇംപ്രഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഗിഗിനാണ്. ഇതിലൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി 2 ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അതാണ് എൻ്റെ ഇവിടെ ഡാഷ്ബോർഡ് പോയ ഓർഡർ കംപ്ലീഷൻ 50% അതിലാണ്. അതിപ്പോൾ ഒരു കസ്റ്റമർ ഇത് ചെയ്ത ശേഷം ഫസ്റ്റ് ഓർഡർ ചെയ്തു, എന്നിട്ട് അത് മൂപ്പര് ക്യാൻസൽ ചെയ്തു. ഫസ്റ്റ് അത് ഇന്ത്യയിൽ മാത്രമാവുന്ന കസ്റ്റമേഴ്സിന് കിട്ടല്, പല വേൾഡിൻ്റെ പല സൈഡിൽ നിന്നും കിട്ടല്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗിഗാൻ എടുത്ത് നോക്കാം. ഈ ഒരു ഗിഗ് നമുക്ക് റിന്യൂ ചെയ്ത് നോക്കാം. എനിക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഏതൊരു ഗിഗാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ഒരു ബാനർ ഇമേജ് ഉണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ പ്ലാറ്റ്ഫോം, ആപ്പ് ടൈപ്പ്, അതുകൊണ്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി, അതുപോലെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആൻഡ് പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച പോലെ പാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെയാണ് ഇതുപോലെ നമ്മൾ ഗിഗ് പറ്റുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതുപോലെ കാണല്. നമുക്ക് എങ്ങനെ ഒരു ഗിഗ് ഇതിൽ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ടുള്ളത്, കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ്. സയൻസ് ഒന്നും വേണ്ട, നമ്മൾ എത്ര യുണീക്കാണോ എത്ര നമ്മൾ കോമ്പറ്റീറ്റീവ് പ്രൈസ് കൊടുക്കണം, എന്നാലും നമുക്ക് ഓർഡേഴ്സ് കിട്ടുള്ളൂ. ഓക്കെ, ആൾക്കാർ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് തുടങ്ങി അത്യാവശ്യം റേറ്റുകൾ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് മെല്ലെ മെല്ലെ കൂട്ടി വരാം. അതുപോലെ നല്ല ബെസ്റ്റ് സർവീസ് കൊടുക്കാം. അതുപോലെ 5 സ്റ്റാർ റേറ്റിംഗ് സർവീസ് കിട്ടണം നമുക്ക്. എത്ര എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഒരു 1300 ഒരു സ്റ്റാൻഡേർഡ് ഓർഡറാണ്. ആൻഡ് എല്ലാം കഴിച്ചിട്ടുള്ളത് അറൗണ്ട് 20% ഫൈവർ എടുക്കും. പിന്നെ ട്രാൻസാക്ഷന് ചെറിയ എമൗണ്ട് കഴിച്ച് ലാസ്റ്റ് എനിക്ക് അറൗണ്ട് 9 കറക്റ്റ് അറിയില്ല 800 അത്രയും കിട്ടിയത്. ആക്ച്വലി അതല്ല, നിങ്ങൾക്ക് കസ്റ്റം ഓർഡർ ആയിരുന്നു കിട്ടിയത്, സ്റ്റാൻഡേർഡ് അല്ല. സ്റ്റാൻഡേർഡ് ഞാൻ ക്യാൻസൽ ചെയ്ത ഓർഡർ ആയിരുന്നു സ്റ്റാൻഡേർഡ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്ത ഓർഡർ ചെയ്യാനൊരു കസ്റ്റം ഓർഡർ ആയിരുന്നു. $10 ആയിരുന്നു ആ ഓർഡർ ചെയ്യുന്നിരുന്നത്. ഞാനത് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഒരു ഗിഗ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഗിഗ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഗിഗ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഈ ക്രിയേറ്റ് ന്യൂ ഗിഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിഗ് ടൈറ്റിൽ വെക്കണം. അപ്പോൾ ഐവിൽ നിന്ന് ഓൾറെഡി ഉണ്ടാവും, എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ആപ്സ് ഫോർ സ്റ്റാർട്ടപ്പ് ബിസിനസ്സസ്. ഓക്കെ, അതുപോലെ തന്നെ ജസ്റ്റ് സിമ്പിൾ ഇത് കൊടുക്കുക. പിന്നെ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യണം, എന്താണ് അവർ ചെയ്യാന്നുള്ളത്. ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റിംഗ്, വീഡിയോ ആൻഡ് അനിമേഷൻ, മ്യൂസിക് ആൻഡ് വീഡിയോ, ഡാറ്റ, ബിസിനസ്, ലൈഫ് സ്റ്റൈൽ, ഫോട്ടോഗ്രാഫി, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നമ്മളൊരു ഇതിന് വേണ്ടി സിംപ്ലിസിറ്റിക്ക് വേണ്ടി എനിക്കാരുടെ ഫീൽഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ടെക്കാണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കാരുടെ ഫീൽഡ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതിന് സബ് കാറ്റഗറി ഉണ്ടാവും. പിന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, വെബ്സൈറ്റ് മെയിൻ്റെനൻസ്, ഗെയിം ഡെവലപ്മെൻറ്റ്, വെബ് പ്രോഗ്രാമിംഗ്, മൊബൈൽ ആപ്സ്, അതിന് ഡെസ്ക്ടോപ്പ് ആപ്സ്, അതിന് പല ഐറ്റങ്ങളുണ്ടാവും. ഓക്കെ, യൂസർ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ആപ്സ് കൊടുക്കുക. ശേഷം സർവീസ് ടൈപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് ഒരു മൊബൈൽ ഫുൾ ആപ്ലിക്കേഷൻ ആണോ, സൈറ്റ് ആപ്പിലോട്ടാക്കണതാണോ, ഓൾറെഡി ഉള്ളൊരു ആപ്പിൽ കസ്റ്റമൈസ് ചെയ്യാനാണോ, അതോ ഏതെങ്കിലും ബഗ് ഫിക്സ് ചെയ്യാനോ, അല്ലെങ്കിൽ ജസ്റ്റ് ഹെൽപ്പ് ആൻഡ് കൺസൾട്ടേഷൻ ആണോ, എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കൊടുക്കുക. ഫുൾ ആപ്ലിക്കേഷൻ കൊടുക്കുക ഫോർ നമുക്ക്. പിന്നെ പ്ലാറ്റ്ഫോം കൊടുക്കുക, ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ഫ്ലട്ടർ വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ iOS ആൻഡ് ആൻഡ്രോയിഡ് കൊടുക്കുക. ആൻഡ്രോയിഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് കൊടുക്കുക. പിന്നെ ആപ്പ് ടൈപ്പിൽ നാറ്റീവ്, അതേപോലെ ആൻഡ്രോയിഡ് iOS മാത്രമാണെന്നുണ്ടെങ്കിൽ നാറ്റീവ് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലട്ടർ അല്ലെങ്കിൽ റിയാക്റ്റീവ് നാറ്റീവ് പോലത്തെ ക്രോസ് പ്ലാറ്റ്ഫോം ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് കൊടുക്കുക. ഡെവലപ്മെൻറ്റ് ടെക്നോളജീസ്, ഇതൊക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ അതർ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പർപ്പസ്, എന്തൊക്കെ പർപ്പസിനുള്ള ആപ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ ചെറിയ ടീമാവും, ചിലവരെല്ലാം ഇതിൻ്റെ പോലെ ഒറ്റക്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്സ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഏതൊക്കെ ഇതിലുള്ളതാണോ ഡെലിവറിക്കുള്ള മ്യൂസിക്, ഷോപ്പിംഗ്, ന്യൂസ്, ലൈഫ് സ്റ്റൈൽ, നമുക്ക് ഏതൊക്കെ കാറ്റഗറി അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസിനുള്ള ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
പിന്നെ എക്സ്പെർട്ടൈസ് നമ്മൾ എന്തിലാണ് നമ്മൾ കൂടുതൽ ആയിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അതായത് ആൻഡ് മോണിറ്റൈസേഷൻ, ഡാറ്റ സ്റ്റോറേജ്, ഫയർ ബേസ്, നമ്മളൊരു എക്സ്പെർട്ടൈസ് എന്തിനാണോ ഉള്ളത്, അതായത് ഏത് ഏരിയയിലാണോ. ആൻഡ്രോയിഡ് ഇപ്പം മൊബൈൽ ആപ്പ് തന്നെ പല കാര്യങ്ങളുണ്ട്, പെർഫോമൻസ്, സെക്യൂരിറ്റി. അപ്പം നമ്മൾ എക്സ്പെർട്ടായിട്ടുള്ള ഫീൽഡൊക്കെ ഏതൊക്കെയാണോ അതൊക്കെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കീവേഡ്സ്, നമ്മൾ ടാഗ്സ് കൊടുക്കുക. അതായത് നമ്മളെ യൂട്യൂബിലൊക്കെ ഉള്ള പോലെ തന്നെ കീവേഡ് ടാഗ്സ്, അതായത് നമുക്ക് സെർച്ചിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള, അതായത് ജസ്റ്റ് എന്ത് ചെയ്യുക, മാക്സിമം 4 നമുക്ക് കൊടുക്കാൻ പറ്റും. വെബ് ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറച്ച് കഴിവ് കൊടുത്താൽ കാര്യം എത്ര ഉള്ളൂ. അത് നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെർട്ടൈസ് മിസ്സായി. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരൽ പ്രൈസിങ് ആണ്. പ്രൈസിങ്ങിൻ്റെ ഭാഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചിലതിന് $5 എടുത്തിട്ടുണ്ടാവും. ആ $5 ഈ മിനിമം വേണ്ടത്, $5. അപ്പോൾ ചില സർവീസസ് Fiverr ഇത്ര മിനിമം കൊടുക്കാൻ വരെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സർവീസിന് മിനിമം 100 വേണമെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ഇവിടെ നമ്മളെ പാക്കേജിന് നെയിം കൊടുക്കുക, 3 പാക്കേജസ് ഉണ്ടാവും, നെയിം കൊടുക്കുക, ആ ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതായത് ഇവിടെ റിവ്യൂ എടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, convert up to 4 pages of your UI wireframe into Flutter or native Android app. ഇതിൽ 6 pages ആണ്, ഇതിൽ 10 pages ആണ്. അതുപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ സർവീസിനും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കുക. ബേസിക് സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഓരോ എങ്ങനെയാണെന്ന് കൊടുക്കുക. ഡെലിവറി ടൈം സെലക്ട് ചെയ്യുക, എത്ര ദിവസത്തിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, എത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇത് റൺ ചെയ്യുന്നത്, ആപ്പ് സബ്മിഷൻ, ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്, അതുപോലെ ആപ്പ് ഐക്കൺ, ആപ്പിൻ്റെ ഐക്കൺ ആഡ് ചെയ്യുന്നത്, അതുപോലെ സ്പ്ലാഷ് സ്ക്രീൻ ആഡ് ചെയ്യുന്നത്. എല്ലാത്തിനും അതിനും ക്ലിക്ക് ചെയ്യുന്നില്ല. നമ്മളെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെന്തൊക്കെയാണോ കൊടുക്കുക ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ആഡ് ഇൻറ്റഗ്രേഷന്, സോഴ്സ് കോഡ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ റിവിഷൻസ് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്യുക, എത്ര വട്ടം അത് ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 അഞ്ചാക്ക് നമ്മുടെ ഇഷ്ടം പോലെ. അതായത് കോംപ്ലക്സ് ആപ്പാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിവിഷൻസ് കൊടുക്കേണ്ടി വരും. സിമ്പിൾ ആപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചിലൊരു കുഴപ്പമുണ്ടാവും, തന്നെ ധാരാളം. പിന്നെ അവിടെ പ്രൈസ് കൊടുക്കുക. പ്രൈസ് മിനിമം പണ്ടത് മിനിമം 100 കൊടുക്കാനുള്ളതാണ്. എന്ത് ചെയ്യുക, 100 കൊടുക്കുക. പിന്നെ ഉള്ളത് 150 ആൻഡ് 200. വേറെ എക്സാമ്പിളിലാണ് ഞാൻ ഈ ഒരു പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവരും ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻ്റ് ഒന്നും ആവില്ല, പലരും പലതാവും, ഡിസൈനിങ് ഉണ്ടാവും, ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും സംഭവം സെയിം തന്നെയാണ്. എന്താണ് ഈ ഒരു ഇതിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് അവരവരുടെ ഫീൽഡിലുള്ള കാര്യങ്ങളാവത്തിൽ പിന്നെ കാര്യത്തിലാവും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആവും കൊടുക്കേണ്ടി വരിക. പിന്നെ ഗ്രാഫിക് ഡിസൈനിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എത്ര ക്വാളിറ്റിയിലാവും കൊടുക്കുക, അല്ലെങ്കിൽ എത്ര ഇമേജസ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താണ് ഏത് ഡയമെൻഷനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും അതിലുണ്ടാവല്. അതായത് പിന്നെ അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ സാധനം ഡെലിവറി ചെയ്യുമോ, അതോ PNG ഫോർമാറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റ് വളരെ കൊടുക്കുമോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ നമുക്ക് എക്സ്ട്രാ സർവീസ് തരാൻ പറ്റും. അതായത് പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ പൈസ വാങ്ങാം. അപ്പോൾ അതൊക്കെ തൽക്കാലം സ്കിപ്പ് ചെയ്യാം. അതുപോലെ ആപ്പ് ഐക്കൺ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതിന്, അഡീഷണൽ റിവിഷൻ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, എക്സ്ട്രാ പൈസ കൊടുക്കുക. അതായത് ഒരു $5 വന്നാൽ $5 ഒരു ദിവസം വന്നാൽ എന്ത് ചെയ്യുക, ഒരു അഡീഷണൽ സർവീസ് കൂടി ചെയ്ത് തരാം. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് തൽക്കാലം അപ്പോൾ അതൊന്നും വേണ്ട, ജസ്റ്റ് ഡെവലപ്പ് വേണ്ടിയിട്ടായതുകൊണ്ട് ഓക്കെ ഇതൊക്കെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വേറെ അടിച്ചു വിടാം. ഡെലിവറി ടൈം പോകുന്നത് നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റ് എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ കൊടുക്കുക. പിന്നെ അടുത്തത് നമുക്ക് വേണ്ട ഡിസ്ക്രിപ്ഷനാണ്. വളരെ നല്ല അടിപൊളി ഡിസ്ക്രിപ്ഷൻ എഴുതി തരാം. അതായത് കസ്റ്റമർ അത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർഡർ ചെയ്യാൻ തോന്നാറും. ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അതാണ് പറ്റും. അത്യാവശ്യം നല്ലൊരു വലിയ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ ഹൗ ഐ വർക്ക്, മൈ ഗ്യാരണ്ടീസ് കൊടുത്തിട്ടുള്ള, പിന്നെ നല്ലൊരു എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിന് അട്രാക്റ്റിവിറ്റി തോന്നുന്ന ലെവലിൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു വരി ഓർഡർ ഞാൻ ജസ്റ്റ് ഇതാണ് അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൗ ഐ വർക്ക് എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആവും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കസ്റ്റമർ നമ്മൾ ഐറ്റം പ്രോഡക്റ്റ് നമ്മൾ സർവീസ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്യുക. 3 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ടാവും. അതായത് Fiverr ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ മിനിമം ആഡ് ചെയ്യാം. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ കാണാൻ ജസ്റ്റ്
ഫോർ എക്സാമ്പിൾ ഡു യു വാണ്ട് സോഴ്സ് കോഡിന് കൊടുക്കുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ചോയ്സ് യെസ് ആൻഡ് നോ. ഇപ്പോൾ പല രീതിയിലുണ്ടാവും. മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, ഫ്രീ ടെക്സ്റ്റ് ഉണ്ട്, അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആവശ്യം ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ മോസ്റ്റ്ലി ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് അത് ആഡ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഉള്ളത് ലാസ്റ്റിൽ നമുക്ക് നമ്മുടെ ഇമേജ്, കവർ ഇമേജ് ആഡ് ചെയ്യണം. നമ്മൾ അപ് ടു 3 ഇമേജസ് ഇവിടെ ആഡ് ചെയ്യുക. ആൻഡ് പിന്നെ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ വർക്കിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ PDF ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഗ് പബ്ലിഷ് ആവും. അതിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഫിൽ ചെയ്തിട്ടില്ല. ഇമേജ് ഒന്നും ഇല്ല, ബാനർ ഇമേജ് ഒന്നും ഇല്ല, ഒന്നും ഞങ്ങളൊന്നും ചെയ്യലില്ല. ഇതിൽ ഇമേജ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇതൊന്നും നിർബന്ധമാണ് കാര്യമല്ല. ഉള്ളത് നല്ലതാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഇമേജ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്യാതെ. അതായത് ഒരു ഗിഗ് പോസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ സിമ്പിളാണ്. കാര്യമായിട്ടുള്ള റോക്കറ്റ് സയൻസ് ഒന്നും എല്ലാം ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പം എൻ്റെ ഈ ഗിഗിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗിഗിലാണ് എനിക്കിവിടെ ഓർഡർ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഏർണിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും $8. അതായത് $10 ഞാൻ ആ ഓർഡർ ചെയ്തത്. അതിൽ അവരെ കമ്മീഷൻ എടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഉള്ളതാണിത്. ആക്ച്വലി 7.90 ഉണ്ടായത്. അത് എൻ്റെ 8 ആയിട്ടാണ് കാണിക്കുന്നത്. 20% അവർ, അതായത് Fiverr അവരുടെ സർവീസ് ചാർജ് എടുക്കും. പിന്നെ ബാക്കിയുള്ളതേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഇവിടെ വിത്ഡ്രോ ചെയ്തത് കാണാൻ പറ്റും, ട്രാൻസ്ഫർ സക്സസ്ഫുള്ളി പേപ്പാൽ. ഓക്കെ, നമുക്കിത് ഡയറക്റ്റ് അക്കൗണ്ടിലേക്കും വിത്ഡ്രോ ചെയ്യാൻ പറ്റും, നമ്മുടെ പേപ്പാലിലോട്ടും വിത്ഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ എമൗണ്ട് ആകുമ്പോൾ എപ്പോഴും പേപ്പാലിലോട്ട് വിത്ഡ്രോ ചെയ്യണമാണ് നല്ലത്. നമ്മൾ പേപ്പാൽ അക്കൗണ്ട് ആക്കിയിട്ട് അതിലോട്ട് വിത്ഡ്രോ ചെയ്യുക. എല്ലാവരും ഒന്നെങ്കിൽ വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഭയങ്കര ഫീസാണ്. ഓക്കെ, അതിപ്പോൾ ഇതിൽ മിനിമം എമൗണ്ട് 20 ആണെന്നാണ് കാണിക്കുന്നത്. അത് പേപ്പാലിൻ്റെ കേസിലാണ് മിനിമം എമൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എത്ര ഉള്ളത് അത്, പിന്നെ ചെറിയ പ്രോസസ്സിങ് ഫീസ് കൊടുക്കുന്നത് ഡോളറിന് USD നമ്മളെ കറൻസി കൺവേർട്ട് ചെയ്യുന്ന പ്രൈസും വളരെ കുറവാണ്. ബാങ്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഒരു ട്രാൻസ്ഫറിന് $3 എടുക്കും. അതുപോലെ വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചെയ്തൊരു കാര്യം, അതായത് 10 എമൗണ്ടൊക്കെ നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ $3 പോയ പിന്നെ ഒന്നും ഇല്ല. അതായത് 10 എമൗണ്ടിന് നമ്മളൊരു ഓർഡർ കിട്ടിയാൽ ലാസ്റ്റ് 20% കഴിച്ച് 8 നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 പോയ പിന്നെ 5 ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരൊക്കെ $10 വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ എന്താണ് നിങ്ങളുള്ളൊരു നമുക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അല്ലാതെ ഒരു പ്രോപ്പർ സോഴ്സ് ഓഫ് ഇൻകം പക്ഷെ പെട്ടെന്നാവുമ്പോൾ നമുക്ക് വരാൻ പറ്റൂല. കാരണം ഞാനിത് ഉണ്ടാക്കിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ അധികം ടൈം ഡെഡിക്കേറ്റ് സ്പെൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ തോന്നി ഇതിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പൈസ ആയാലും ചെയ്യാം എന്നുള്ളൊരു ഇത് ഡീറ്റെയിൽ പറയാൻ മാത്രമേ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ പുതിയ കുറേ വീഡിയോസിന് വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. Okay then, see you guys.